ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂരിലാണ് വന്നിരിക്കുന്ന ബോയ്സ്. ഞാൻ ഒറ്റയ്ക്കല്ല ഫുഡ് കഴിക്കുന്നല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനേ കഴിക്കുന്നില്ല ഇപ്രാവശ്യം. ഇവൻ കുറെ നാളുകളായി എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് അവനൊരു ഫുഡ് ചാലഞ്ച് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഫൈനലി തൃശ്ശൂരിൽ വെച്ച് ഞാൻ പിന്നെ കണ്ടുപിടിച്ചു. അപ്പൊ ഇവൻ ഇന്ന് 10,000 രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ 10,000 രൂപ കിട്ടും. ഒരു 5K ഫുഡ് കഴിച്ചാൽ 5K കിട്ടും. വേറെ ചെക്ക് പോയിന്റ് ഒന്നുമില്ല. ചെക്ക് പോയിന്റ് സത്യം പറഞ്ഞാൽ ഞാൻ തരരുത്, എന്നാലും ഞാൻ തരുക. കഴിക്കുമല്ലോ, കഴിക്കും. ഫുൾ 10,000 അടിക്കും. ഫുൾ 10,000. അത്ര കോൺഫിഡൻസ് ആണ്. എത്ര നാളായിട്ട് മെസ്സേജ് ചെയ്യാൻ അറിയണ്ട. ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ല, എന്നാലും ശ്രമിക്കും. അങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ മെസ്സേജിൽ. ശ്രമിക്കാം. ഓവർ കോൺഫിഡൻസ് ഇതിന്റെ കമന്റ് മൊത്തം ഊക്ക് തന്നെ. മാറ്റി പറയില്ല, എന്നാലും നോക്കാം. അവന്റെ ഫസ്റ്റ് റെസ്റ്റോറന്റ് റാൻഡംലി സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞ റെസ്റ്റോറന്റിനകത്ത് നിന്ന് ഒരെണ്ണം നക്കി വന്നു. കാലിക്കറ്റ് പാരഡൈസ്. തൃശ്ശൂരിൽ കാലിക്കറ്റ് പാരഡൈസ് ഉണ്ട്. ഒരു സെക്കൻഡ് പൈസ ഞാൻ നോക്കട്ടെ. വണ്ടി ഇടിച്ചത് 10 രൂപ ഉള്ള അവന്റെ പോക്കറ്റില്. കാലിക്കറ്റ് പാരഡൈസ് തൃശ്ശൂരിലുണ്ട്. ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ആ കടയിൽ എത്തിയിരിക്കുക. ഇവിടുന്ന് എന്ത് വേണമെങ്കിലും കഴിക്കാം. നീ എന്തെല്ലാം കഴിക്കാം, നിന്റെ ഇഷ്ടം. വരൂ, ഒരു ഐറ്റം മേടിച്ച് കഴിക്കുന്നു. ബോയ്സ്, ഇവിടെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. മട്ടൻ ബാർബിക്യൂ റിബ്സ് ഒക്കെ കാണുന്ന ഇവിടെ വയ്യ. കുറെ കുനാഫ പാരഡൈസ് ഒരു ഐറ്റം മേടിക്കാം. കുടിക്കാൻ വേണേ ഒരു ഐറ്റം കൂടി മേടിക്കാം. ഞാൻ ഫുഡ് കഴിച്ചില്ല. നീ കഴിക്കുന്ന കണ്ടിരിക്കാൻ രസമല്ലേ, വിശന്നിരിക്കുന്നു. അതാ ബോയ്സ്, നമുക്ക് മെനു കിട്ടിയിട്ടുണ്ട്. അവൻ എന്തായാലും അവന്റെ ഡിഷ് സെലക്ട് ചെയ്തിട്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്വർണ്ണത്തിന്റെ ഫുഡൊന്നും ഇല്ല ബ്രോ. ഗോൾഡ് പ്ലേറ്റിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ലല്ലേ. ഇവിടെ ഇപ്പൊ ബിരിയാണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നീ മട്ടൺ എടുക്ക്. മണവാട്ടി മട്ടൻ ബിരിയാണി എടുക്കും. ബോയ്സ്, അവന്റെ മട്ടൺ ബിരിയാണി എത്തിയിരിക്കുന്നു. ദിവസവും ബിരിയാണിയൊക്കെ തന്നെ കഴിക്കുന്നത്. മടുത്ത് ഏതായാലും കഴിക്കാൻ നിർത്തിയില്ല. വില റിച്ച് ആണ്, റിച്ച്. ഡെയിലി മട്ടൺ ബിരിയാണി. മട്ടനൊന്നല്ല, ചിക്കനും ബീഫൊക്കെ കഴിക്കും. വേറെ ഒന്നും കഴിക്കാനില്ല. ചോറ് തന്നെ കഴിക്കണം. ഇവിടെ ട്രെയിനറാ കാണുന്നത്, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ. കൊച്ചിയില് H&H എന്ന് പറഞ്ഞ ജിമ്മിലെ ട്രെയിനറാണ്. കുറെ ക്ലയൻസ് ഒക്കെ ഉണ്ട് മോനെ, പ്രീമിയം ക്ലയൻസാ. പെട്ടെന്ന് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത സ്ഥലത്ത് പോവാം. തീരുന്തോറും പണി തന്നോണ്ടിരിക്കും. അങ്ങനെ ഇന്നലെ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് ഇന്നലെ ആവശ്യത്തിന് മെസ്സേജ് അയച്ചെന്ന് ഞാൻ പറഞ്ഞു വന്നോ. പിറ്റേ ദിവസം തന്നെ വരണമെന്ന് വിചാരിച്ചില്ല. കഴിക്കുന്നതിൽ ഫോക്കസ് കൊടുക്കട്ടെ, പെട്ടെന്ന് അധികം സംസാരിക്കട്ടെ. എങ്ങനെയുണ്ട്? നീ ഡെയിലി കഴിക്കുന്നതല്ലേ, അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹാർഷ് ക്രിട്ടിക്കാണ്, എന്ത് ചെയ്യാൻ. പക്ഷെ കൊള്ളാം, കഴിച്ചു കൊടുത്തു. നമുക്ക് അടുത്ത പ്രാവശ്യം ഇവൻ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ബില്ല് ഏകദേശം എനിക്ക് തോന്നുന്നു 500 രൂപയാവും. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിച്ചില്ല. ഒരു കട്ടൻ കാപ്പി കുടിച്ചു. അങ്ങനെ കഴിക്കായിരുന്നു. വെറുതെ ഗ്യാസ് കയറി വയറ് നിറയ്ക്കണ്ട. എന്നാലും അവനെ അങ്ങനെ ഗ്യാസ് ഒന്നും വരാറില്ല പറയുന്നത്. അപ്പം ലെറ്റ്സ് സീ. ഇന്നലെ ഞാൻ പാലക്കാട് നിന്ന് ഇങ്ങനെ ഒറ്റ തീറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പം ഇവൻ കഴിക്കുന്നുണ്ട്. ഞാൻ ഇതും കൂടി ഞാൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹം വരുന്നു. എന്നാലും കുഴപ്പമില്ല. കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. പോയി ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് 2-3 മാസങ്ങളായി. ഇനി ഞാൻ ഉണ്ട കണക്ക് ഉരുണ്ട് ഒബീസായിട്ട് ഞാൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഫാറ്റ് ഫിറ്റ് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു വിലയില്ലെന്ന്. ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നൊരു വിലയില്ല. എന്ത് പറ്റി ശിവൻകുട്ടി? ഒന്നും പറ്റില്ല. പക്ഷെ ഇവനെന്റെ ഒരു ഇൻസ്റ്റാ വൈറൽ വീഡിയോനെ കുറിച്ചാണ് പറയുന്നത്. അലറുന്നുണ്ടായിരുന്നു ഞാൻ. എന്തായിട്ടും പറഞ്ഞത് മനസ്സിലായിട്ടില്ല. മനസ്സിലാത്തത് ഇറ്റ്സ് മോർ ലൈക്ക് യു പ്രോബ്ലം തന്നെ മീ പ്രോബ്ലം. പക്ഷെ എല്ലാവരും ഇതിനെ കുറച്ചേറെ ഗാംഭീര്യം വിട്ടുപോയി. വേണ്ട അത്രയ്ക്കാണ്. മോട്ടിവേഷൻ ഒരത്തിന് എന്നെ മെസ്സേജ് അയച്ചു കേട്ടോ ബ്രോ. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഇനി ഞാൻ ഇടക്കിടക്ക് വന്നത് കാണും. പിന്നെ ഫീലിംഗ് ഡൗൺ. ഫ്രീ വർക്കൗട്ട് ആയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പയ്യൻ കാണാൻ നടക്കുന്നല്ല ചേട്ടാ. സിമ്പിൾ നാണം വരുന്നല്ലേ. ഇരുന്നിരിപ്പിലാണ് ഒറ്റയടിക്ക് ഒരു മട്ടൻ ബിരിയാണി പോൾ ചെയ്തത്. വല്ലതും പറയാനുണ്ടോ ഈ സുവർണ മത്സരത്തിൽ? തീർത്തിരിക്കുകയാണ്. സിമ്പിൾ ഒരു സ്നാക്ക് കഴിക്കുന്ന ലാസ്റ്റ് ബൈറ്റ്. ലെറ്റ്സ് ഗോ ബോയ്സ്. നമുക്ക് ബില്ല് പറയാം. ഫസ്റ്റ് കട നമ്മൾ കഴിച്ചിരിക്കുന്നത് 441 രൂപയ്ക്കാണ്. എന്ത് തോന്നുന്നു? സിമ്പിൾ ആണ്. അപ്പൊ അടുത്ത കട നീയല്ലേ പറഞ്ഞത്? അവിടെ അടുത്ത കട നല്ല അടുത്തത് ഒലാൻ റെസ്റ്റോറന്റ്. അങ്ങോട്ട് പോവാം. സെക്കൻഡ് റെസ്റ്റോറന്റ് ആയ ഒലാൻ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഓലനാണോ ഉളന്നാണോ അറിയില്ല. ഓലൻ എന്നാണ് ബോയ്സ്. ഓലൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇംഗ്ലീഷിലായതുകൊണ്ടാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ഐറ്റം നോക്കുവാണ്. ഡ്രാഗൺ ചിക്കൻ എന്തുകൊണ്ട്? ഡ്രാഗൺ ചിക്കൻ മാത്രമേ അത് പേര് വന്നേ ഉള്ളൂ. നീ സെലക്ട് ചെയ്ത റെസ്റ്റോറന്റ് നിനക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക. 2 ഐറ്റം ഓർഡർ ചെയ്യും. ഞാൻ നിനക്ക് കൂടുതലും ട്രാവൽ ചെയ്ത സമയങ്ങളാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുക. ആസ് മച്ച് ആസ് ലൈക്ക് മണി ഇഫ് യു വാണ്ട്സ് ടു ഏൺ. എന്തായിരിക്കും പിടിയും മീൻ മുളക്? നീ ഇതെല്ലാം എൻട്രി ചെയ്യുന്നത് ഞാൻ ഇവിടെ സെർവറായിട്ട് നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്ന പേരാ. നീ അല്ലേ ഇവിടെ പറഞ്ഞത്. 2 ഐറ്റം പറ. ബീഫ് പരാട്ടും ഡ്രാഗൺ ചിക്കൻ കൊടുക്കുക. എന്താ സംഭവം അറിയണം. ഇവന്റെ സ്റ്റാർട്ടർ എത്തിയിരിക്കുന്നു. കണ്ടിട്ട് കുറച്ച് സ്പൈസി ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. സ്പൈസിയാണ് നിനക്ക് ബുദ്ധിമുട്ടാണ്. ഓ ഇവനെ പ്രോ ഈറ്റർ ആണെന്ന് തോന്നുന്നു. അതാണ് ഇവനെ ടെൻഷൻ അടിക്കാത്ത കണ്ടിട്ട്. സുഖമായിട്ട് നിന്നിറക്കാൻ പറ്റും. സ്പൈസി ആകുമ്പോൾ പ്രശ്നം. കഴിച്ചു 2 ഐറ്റം. കൊടുക്കാൻ സ്പീഡല്ല. കൊള്ളാം. അടിപൊളി. ഡ്രാഗൺ ചിക്കൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയി. സൈഡിൽ ബീഫ് വെറൈറ്റി എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ചേറെ ഹെവി ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതുവരെ 2 സ്റ്റാർട്ടർ ഒരു ബിരിയാണി ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബീഫ് കഴിച്ചു നോക്കട്ടെ. കുറച്ച് സ്പൈസിയാണ് ബീഫ്. കഴിച്ചു തീർക്കാൻ കുറച്ച് പാട് വരും. അതും കഴിച്ചു തീർക്കാം. ലേശം സ്പൈസിയാണ്. കഴിച്ചോ? ഇത് തീരാറായി. പകുതിയായി.
നിന്റെ ഞാൻ ചാറ്റ് വായിച്ചു കൊടുക്കണം. കേട്ടോ ആ DM വായിച്ചു കൊടുത്തു. അവൻ പറഞ്ഞിരിക്കുന്ന DM ഞാൻ ചെറുതായിട്ട് വായിച്ചു തരാം. ഇത് മാത്രം ഒരു ദിവസം പ്രോട്ടീൻ ആയി. നിനക്ക് നാളത്തെ മറ്റന്നാളത്തെ എല്ലാ പ്രോട്ടീൻ ഇന്നാൻ പോവുക. ഞാൻ റംദാന്റെ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചത്, നോമ്പിന്റെ ഒക്കെ സമയത്ത് മെസ്സേജ് അയച്ചത്. വല്ലോട്ട് മെസ്സേജ് ബ്രോ, ഇനി എന്തെങ്കിലും ഫുഡ് ചാലഞ്ചോ സ്ട്രെങ്ത് ബേസ്ഡ് ചാലഞ്ചോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എന്നെ ക്ഷണിച്ചോ. ഇപ്പോ നോമ്പ് കഴിഞ്ഞ് ഫുൾ പവറാണ്. ബ്രോ ഫുഡ് ചാലഞ്ച് സ്റ്റാർട്ട് ആയില്ലേ, ഞാൻ ചെയ്യട്ടെ, നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ കേട്ടോ ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏത് വീഡിയോക്കകത്ത് വന്നിരിക്കുന്നത്? കമന്റ് ചെയ്യുക കേട്ടോ. നേരത്തെ വന്നിട്ടുണ്ട് വീഡിയോക്കകത്ത്, ആൾക്കാർക്ക് മനസ്സിലാക്കണ്ട തന്നെ. അങ്ങനെ ചിക്കൻ കഴിച്ച് തീർത്തിരിക്കുകയാണ്. എറണാകുടി ഈ വെജീസ് ഏതായാലും കഴിക്കുന്നില്ല. കുഴപ്പമില്ല, കഴിക്കണ്ട. ബീഫ് കഴിക്കണം. അപ്പം അവൻ ഇത് കഴിച്ച് തീർത്ത് പകുതി, ഇനി ബാക്കി പകുതി ആ ബീഫും കൂടി ഉണ്ട്. മോൻ പോരട്ടെ, സിമ്പിൾ, അത് ഇത്രേ ഉള്ളൂ. ഇവനെ കോൺഫിഡൻസ് കാരണം വിളിച്ചേ. സാൾട്ട് വേണം തോന്നുന്നു. ആണോ? കൂടുതൽ മഞ്ഞളും മുളകൊക്കെ അവിടെ ഇരിക്കുന്നു. ഉപ്പ് സൈഡിൽ കറുത്ത അത് കുരുമുളക് അതല്ല, അത് കാണുന്നൊക്കെ മസാല കേട്ടോ. ഓക്കെ, നീ കഴിക്കുന്നു. വലിയ പ്രശ്നമില്ല, ഇനിയും കഴിക്കാൻ പറ്റും. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് മീൽ കഴിക്കാന്ന് വിചാരിക്കണം. റെസ്റ്റ് വേണോ? കുറച്ച് വേണ്ടി വരും. റെസ്റ്റ് വേണ്ടി വരും. സെക്കൻഡ് റെസ്റ്റോറന്റ് ഫുഡ് തീർക്കാൻ പോവുകയാണ്. ഫൈനൽ പീസ്. സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറച്ചേറെ. പക്ഷെ എന്നാലും ഐ ബിലീവ് ഇൻ ബോയ്സ്. സെക്കൻഡ് റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അടുത്ത് അവൻ റാൻഡംലി സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് റെസ്റ്റോറന്റ് ബില്ലായിരിക്കുന്നതാണ് ഇവന് 662 രൂപ. അപ്പൊ അടുത്ത റെസ്റ്റോറന്റ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുക. കോൺഫിഡന്റ് അല്ലേ നീ ഇപ്പോഴും? റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുക. ബോയ്സ്, അലങ്കർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലോട്ടാണ് നമ്മൾ ഇനി അടുത്ത് പോകേണ്ടത്. എന്ത് തോന്നുന്നു? പോവാം. നമ്മൾ അലങ്കറിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പൊ സെറ്റല്ലേ? ഫുഡ് പെട്ടെന്ന് കഴിച്ചു തീർക്കുക. ഉന്മേഷം കഴിച്ചു തീർക്കാം. ട്രെയിനറാണ്, എല്ലാം ട്രെയിൻ ചെയ്യും. എന്താണ് കഴിക്കാൻ പോകുന്നത്? കഴിക്കാൻ പോകുന്നത് എന്താ? സിഗ്നേച്ചർ പ്ലാറ്ററോ? റൈസ് ഒക്കെ കട്ട് ചെയ്ത് പൈസ ഇറക്കാതെ എല്ലാരും വന്നിട്ട് പൈസ ഇറക്കാൻ പറയാം റൈസിനകത്ത്. കാരണം നമ്മൾ റൈസിന് 300-400 രൂപ ഇറക്കുന്നത്. അപ്പൊ 2600 രൂപ. റൈസിന് കുറക്കണോ? റൈസിനെ കുറക്കണം, അല്ലെങ്കിൽ റൈസ് കഴിക്കും. വലിയ മീലാറ് ഫുഡ് കത്തിപ്പോവാ. ബോയ്സ്, ഇവിടെ തീയൊക്കെ കത്തുന്നു. എന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നതിനാണ് നിനക്ക് കഴിക്കേണ്ടത്. ബോയ്സ്, അപ്പം ഇവൻ ഇത് ഫുള്ളും ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കുന്നതാണ്. ഒറ്റയ്ക്ക് കഴിക്കുമല്ലോ ഷെഫ്? ഓ, അത്രയുള്ള ഷെഫിന്റെ സ്പെഷ്യലാണ്. ബോയ്സ്, നിന്റെ ചെറിയൊരു ഡ്രിങ്ക് സൈഡിൽ നിന്ന് ക്യാമറ വലിച്ചിട്ടുണ്ട് കേട്ടാ. മൊജിറ്റോ ആണെന്ന് തോന്നുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? ഫിനിഷ് ചെയ്യത്തില്ല? ഫിനിഷ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും, വെറുതെ നിൽക്കാൻ തന്നെ. നീ എല്ലാം കഴിക്കും, ഫുൾ വാല്യൂ തീർക്കും, പക്ക ആപ്പറ്റായിട്ടാണ്. നീ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇതും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയും കുറച്ചുകൂടി കഴിച്ചാൽ നമുക്ക് 5K അറ്റ്ലീസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ 5K എന്തായാലും ആവും. അവനെ കുറച്ച് ഹെൽപ്പ് ചെയ്തേക്കാം ഞാൻ. നിന്നെ ഹെൽപ്പ് വേണ്ടെന്നാലും അടുത്ത ഹെൽപ്പ് പിന്നെയും ചെയ്യുന്നു. കൈക്കൊരു വണ്ടി തട്ടി തരുന്നു. ആ, കുഴപ്പമില്ല, ഒരാഴ്ച കൂടി. ആരെങ്കിലും അല്ലേട്ടാ പിരിയുന്ന മോശംബിയാണ്. അവൻ നോക്കുന്നുണ്ട, ഞാൻ കഴിക്കണമല്ല. ഒരെന്നെ ഊരി എടുക്കുന്നേ. എന്റെ മോന്തയ്ക്ക് വീഴുവോ? ഓ, ഭാഗ്യം. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറ. ഇത് മൂന്നാമത്തെ കടയാ. ഒറ്റയ്ക്ക് കഴിക്കാൻ കാണുന്നതൊന്നും അല്ല, നല്ല കോമ്പറ്റേറ്റീവ് ഈറ്ററാ. ഇവൻ കഴിക്കുന്നു, ഞാൻ കണ്ടിരിക്കുന്നു. ഭാഗ്യവശാൽ വേണ്ട, ഞാൻ ഇന്നലെ ഇത് മാത്രമാണ് കഴിച്ചോണ്ടിരുന്നത് ഫുള്ളും പാലക്കാട്. കുറെ മീൽസ് കഴിച്ചോണ്ടാ തോന്നുന്നു കഴിക്കുന്നത്. അങ്ങനെ പറയുന്നു. നിനക്ക് കഴിക്കാൻ പറ്റും? കഴിച്ചോ? നിനക്ക് പിന്നെയും മൊജിറ്റോ വേണമെന്ന് പറഞ്ഞു. എല്ലാ പടച്ചോനെ വിളിച്ചിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടാക്കും. ഇന്നത്തെ പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ സെറ്റാണ്. ഇന്നത്തെ അല്ല, ഒരു മാസത്തെ ഉണ്ടാവും. കുറെ ആയി വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട്. നീ ട്രെയിനറല്ലേ? ട്രെയിനറാണ് എന്ന് പറഞ്ഞു. വർക്ക് ലോഡ് ഉണ്ടല്ലോ. വർക്ക് ലോഡ് ഉണ്ട്. വേറെ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ കിട്ടാറില്ല. എനിക്ക് ഒരു ട്രെയിനർ ഉണ്ട്, പവർ ലിഫ്റ്ററാ. ട്രെയിൻ ചെയ്യിപ്പിക്കും, സ്വന്തമായിട്ട് ചെയ്യാറില്ല. ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്. അതിന് 2-3 ആഴ്ചയായിട്ട് കുറവാ. എന്നാ ഇറച്ചിയുണ്ട്. നമ്മുടെ ചോറ് സ്കിപ്പ് ചെയ്ത് ചെയ്തില്ലേ? റബ്ബർ പോലത്തെ കുറെ ഭാഗങ്ങളാണ്. 2 ഫിനിഷ് ചെയ്തു. ഇനി 2 ഇരിക്കുന്നു. അൽഫാമൊക്കെ ഉണ്ട്. എടുത്തോ, നിനക്ക് തന്നെ കഴിക്കേണ്ടത്. നാണിക്കണ്ട. ഇനി ഓറഞ്ചിന്റെ സ്ലൈസ് ഉണ്ട്, വേണമെങ്കിൽ കുറച്ചൊരു പിടിച്ചു ഒഴിഞ്ഞു. ഒന്നുമില്ല, മെല്ലെ കഴിച്ചു തീർക്കാം. പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. ഇനി പൈസ കുറെ ഉണ്ടാക്കി കിടക്കുന്നത്. ഫസ്റ്റ് 10,000 മേടിക്കുന്ന കണ്ടസ്റ്റന്റ് ഇവിടെയാണ് ആക്കാൻ വരെ പറ്റും. എനിക്കാണെങ്കിൽ പാലക്കാട് ഇട്ട് പട്ടിപ്പണി എടുത്തിട്ട് പോലും കിട്ടുന്നില്ല.
അൽത്താഫ് കഴിച്ചു ചെയ്തിരിക്കും. എത്ര നാളുകളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്നെ മെസ്സേജ് അയക്കും അടിയാൻ പറ്റും, മറക്കാതെ ഉറപ്പിക്കും. ആവേശം നേരത്തെ കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ആവേശത്തിനോട് എത്തി. കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറയുക. വീഡിയോയിലേക്ക് കാണുമ്പോ കഴിക്കാൻ പറ്റുന്നൊക്കെ വിചാരിക്കും. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മെസ്സേജ് കഴിച്ചാൽ മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ കയ്യിൽ നീ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പല്ല് വേദന വേദന ഒന്നുമില്ല, ചമക്കാൻ കുറച്ച് പാടുണ്ട്. റിപ്സ് പൊതുവെ കഴിക്കുമോ? ഫസ്റ്റ് ടൈമേ കഴിക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാനൊരു ഡ്രിങ്ക് ഓർഡർ ചെയ്തായിരുന്നു. ക്യാമറ സാറിന് വാട്ടർമെലൻ മേടിക്കുന്നത്, പൈനാപ്പിൾ മേടിച്ചിരിക്കുന്നു. ഞാൻ ഒരു മൊജിറ്റോ മേടിച്ചു, ഒരു വെറൈറ്റിക്ക്. ബാത്റൂം പോയിട്ട് വരാം. ബോയ്സ്, അവൻ എത്ര ദൂരം പോകുമെന്ന് നിങ്ങൾക്ക് കമന്റ് പറയാൻ പറ്റുമോ? ഇപ്പം എനിക്കത് ഫസ്റ്റ് ഡിഷ് കഴിഞ്ഞപ്പോൾ തന്നെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങളല്ലേ പറയുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെക്ക് അത് പറയത്തില്ല. 10,000 വരെ അവനെ ഞാൻ തള്ളി വിടും. നമ്മുടെ പയ്യൻ എത്തിയിരിക്കുന്നു. പിന്നെയും കണ്ടിന്യൂ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു. ഓ, ഒരു ബീഫും റിബും ഇപ്പോഴും ബാക്കി 2 എണ്ണം. ആണോ? അതിന് വേണ്ടി നീ ഛർദിച്ചില്ലല്ലോ. ഛർദിച്ചൊന്നുമില്ല. ഭാഗ്യം. എന്റെ കണ്ണി കുത്തരുത്. സംഭവം വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല, കഴിക്കുമ്പോ കുറച്ച് ടഫാണ് കഴിച്ചു തീർക്കാൻ. ഇത് കഴിച്ച് നീ തീർത്താലേ നിനക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ എത്ര 3700 എത്തുള്ളത്. 1200. ആ, ഇത് കഴിച്ചു തീർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1300 കൂടി റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം. കുറച്ച് സ്ട്രഗിൾ ഉണ്ട് അവന്, സ്വാഭാവികം. പക്ഷെ അവൻ ചെയ്യും. അവൻ എനിക്ക് ആ കമന്റിനകത്ത് അത്ര കോൺഫിഡൻസ് തന്നത്. ചെയ്യാം. ഒരാവശ്യത്ത് പറഞ്ഞ റൈസ് ഒരു സ്പൂൺ കഴിച്ചു നോക്കിയോ? ഒന്നുകൂടി പോകത്തില്ല. ഒരു സ്പൂൺ തോന്നില്ലേ? ഇങ്ങനെ കഷ്ടിച്ച് ഇതും ഏകദേശം കഴിച്ച്. ഈ കാണുന്നൊക്കെ റബ്ബറാട്ടോ, ഇറച്ചിയൊന്നുമല്ല. ഇതും കൂടി അൽഫാം കൂടി കഴിയും. അൽഫാമും കൂടി കഴിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ കഴിച്ചു തീർക്കാന്ന് വിചാരിക്കണം. മെല്ലെ എന്നും പറഞ്ഞ ഇവിടെ തന്നെ 2 മണിക്കൂറായി. ഒരു 2 മണിക്കൂറും കൂടി. ഇനി 2 മണിക്കൂർ കൂടിയാ? നോക്കട്ടെ. കമാൻ, ആ ഒരു അൽഫാം കൂടി തീർത്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് തീർന്നു. സുഖമായിട്ട് തീർക്കാം. കഴിച്ചിട്ട് പറ. സുഖമായിട്ട് തീർക്കുക. അതെനിക്കറിയാം നീ സുഖമായിട്ട് തീർക്കുമെന്ന്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് ഒന്നും പിടിക്കുന്നില്ല, നീ ആദ്യം പറഞ്ഞു. ചിലതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് പിടിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത കടയിലോട്ട് പോകണം. പെട്ടെന്ന് തീർക്ക്. എത്ര മണിയായി? ഇപ്പം 3:30 കഴിഞ്ഞ് 4 മണിയാറായി. കടക്കാർ വിചാരിക്കും ആ ടേബിളിന്റെ ദൈവമേ ഓരോ ഐറ്റം മേടിച്ചിട്ട് പോയിട്ട് വരും. കമോൺ, നീ ക്യാൻ ഡു ഇറ്റ്. ഫിനിഷ് ഇറ്റ്. കമോൺ, 5000 തേക്കണം നിനക്ക്. 10,000 ഒക്കെ ഞാൻ എന്തായാലും ലിസ്റ്റിൽ നിർത്ത് മാറ്റി. ഇനി കമന്റ് ഇടുന്ന ഓരോ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഞാൻ ഈ വീഡിയോക്കകത്ത് കൊണ്ടുവരുന്നതാണ്. അടുത്ത 14 ഒരാളെ ഡിസൈഡ് ചെയ്ത് താഴത്തെ ഗൂഗിൾ ഫോം കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. ഞാൻ അവിടെ നിന്ന് വിളിക്കാം. പിന്നെ നല്ല ആവേശത്തിന് കമന്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ വിളിക്കുന്നതാണ്. അങ്ങനെ നോക്കണ്ട, ആവേശത്തിൽ ഇടുന്ന ആൾക്കാർ. ഇവനെ ഇപ്പൊ ഓർമ്മ കാണുമല്ലോ ഏത് ചാലഞ്ചിൽ നടന്നത്. ഗ്രിപ്പ് ചാലഞ്ച് വന്നവനാ. ഇനി അടുത്ത ഫിറ്റ്നസ് ചാലഞ്ച് ഇവന് ഓറ തിരിച്ചു പിടിക്കും. ഇപ്പൊ നെഗറ്റീവിലോട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞ വിട്ടേക്ക്, സ്ട്രഗിൾ ചെയ്യണ്ട. ഇറങ്ങൂല. ഇതിപ്പോ കഴിച്ചാലും നിനക്ക് ഇനി ഒരു 1300 കഴിക്കണം. വെയിറ്റ് ചെയ്താൽ നിനക്ക് നീ മാക്സ് ഔട്ട് ആയി. ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് ആലോചിക്കാം. ഓക്കെ, അത് ഞാൻ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. കുറച്ചുകൂടി ടൈം കൂടി കൊടുക്കാം നമുക്ക്. ഷുവർ അല്ലേ? വൈദ്യുതി എന്തായാലും ഇപ്പൊ കഴിച്ച് തീരുവോ ഇല്ലെന്ന് നിങ്ങൾക്ക് അടുത്ത ക്ലിപ്പ് മനസ്സിലാവും. ഇനി പോവാൻ തോന്നില്ല. ഇനി കഴിച്ചാൽ വാള് വെക്കാൻ ചാൻസ് ഉണ്ട്. ക്ഷമിക്കണം ഗൈസ്, ആവേശം കുറച്ച് കൂടിപ്പോയി. അവൻ ഇതിനകത്ത് 5K ചെക്ക് പോയിന്റ് പോലും എത്താത്തതുകൊണ്ട് ഈ ഫുഡ് ഫുള്ളും പാക്ക് ചെയ്ത് അവൻ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. ആരും ഉക്കാതെ വിട്ടാൻ നല്ലതായിരുന്നു. അടുത്ത ഫിറ്റ്നസ് ചാലഞ്ചില് തിരിച്ചു പിടിക്കും. ഫുഡ് ഒത്തില്ല. ഞാൻ പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്തേക്ക്. അത് ഞാൻ ചെയ്യാൻ നോക്കാം. അതിൽ ഇവ കാണും. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് 10,000 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും തൃശ്ശൂർ നടന്നില്ല. ചിലപ്പോൾ ഞാൻ തന്നെ കഴിച്ചേനെ, ചിലപ്പോൾ ഇതിക്കുള്ളിൽ കഴിച്ചേനെ. അവൻ ഇത്രേ പറ്റുള്ളൂ. എന്ന് പോയി നിങ്ങൾക്ക് പൈസ തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഇപ്പം കഴിക്കാൻ മാത്രമേ യോഗമുള്ളായിരുന്നു. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ. പീസ്.